RSSനെ ഉപരോധിക്കാൻ US തയ്യാറെടുക്കുന്നു. ചേട്ടൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അത്? അല്ല, അതിപ്പോൾ US-ലൊരു ഉം. മതസ്വാതന്ത്ര്യത്തിനായിട്ടുള്ളൊരു US കമ്മിറ്റി ഉണ്ട്. ഉം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഉം. അവരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ ആവശ്യത്തിന് ഒരു പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. ഉം. മോഹൻജി ഭാഗവത് RSSന്റെ സർസംഘചാലകൻ ഉം. അടുത്ത മാസം US സന്ദർശിക്കാൻ പോവാണ്. ഉം. അദ്ദേഹത്തിന് US-ൽ ചില പരിപാടികളൊക്കെ ഉണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് ഈ തരം ചില വിവാദപരമായിരിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുക. അത് US കമ്മിറ്റിയുടെ പണിയാണത്. അവർ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഉം. അവർ ഇതിനു മുമ്പ് ഒരിക്കൽ പണ്ട് നരേന്ദ്രമോദി ഉം. US-ലേക്ക് ഒരു വിസയ്ക്കുള്ള അപേക്ഷ കൊടുത്തിരുന്നു. ഉം. അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് അവിടെ ചില ഗുജറാത്തി അസോസിയേഷൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഉം. ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അപേക്ഷ കൊടുത്ത സമയത്ത് അത് കൊടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ട് അത് കൊടുക്കുകയും ചെയ്തില്ല അന്ന് സർക്കാർ. അന്നത്തെ സർക്കാർ കൊടുത്തില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ US-ലേക്കുള്ള യാത്ര മുടങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഉം. ഇന്നിപ്പോൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന US സമിതിയൊന്നല്ല, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമിതിയല്ല. ഈ പറയുന്ന മതസ്വാതന്ത്ര്യ സമിതിയുടെ പരിപാടി എന്താ? അവരവിടെ നിന്ന് അയക്കുന്ന ഡോളർ ഇവിടെ ചില ആളുകൾ കൊണ്ടുവന്നിട്ട് മറ്റേ എന്താ പറയുക, വിദേശ നാണ്യ ചട്ടലംഘനം നടത്തിക്കൊണ്ട് കണക്കെഴുതാതെ കൊണ്ട് പണം വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. ഈ പരിപാടി ഇന്ത്യയിൽ അംഗീകരിക്കില്ല. കാരണം ഈ പറയുന്ന മതസ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന കാപട്യം നിറഞ്ഞ പ്രസ്ഥാനമാണ്. ഈ കാപട്യം നിറഞ്ഞ പ്രസ്ഥാനം പലരുന്നായിട്ട് പണം സ്വരൂപിക്കുന്നു. അവർ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പണം വിനിയോഗിക്കുന്നു. ഈ പണത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ചെയ്യാണ്ട് പഴയ കൂട്ടല്ലേ അത്. പഴയ ഇന്ത്യയല്ല, പഴയ ഭാരതമല്ല ഇത്. ഈ ഭാരതത്തിന് വ്യത്യാസമുണ്ട്. ആത്മാഭിമാനമുള്ളവരാണ് നാട് ഭരിക്കുന്നത്. അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളവരും. ഇപ്പം RSSനെ ഇവർ കിട്ടി മതസ്വാതന്ത്ര്യ സമിതി RSSനോട് വിലക്കേർപ്പെടുത്തി എന്നിരിക്കട്ടെ. ഈ സമിതി ആരത് വിലക്കേർപ്പെടുത്താൻ? ഇവർ റിപ്പോർട്ടിനൂടെ എന്താ വിലയുള്ളത്? ഇവിടെ ആരെതിന് മാനിക്കുക? ഇതിനാരെ കണക്കിലെടുക്കുക? ഇതിനെ കണക്കിലെടുക്കാൻ ഇവിടെ ആരും പോകുന്നില്ല. മറിച്ച് ഇവർക്ക് വേണമെങ്കിൽ US തന്നെ നേരിട്ട് US പ്രസിഡന്റായിട്ടുള്ള ട്രംപ് തന്നെ നേരിട്ട് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, RSSന്റെ പ്രവർത്തനത്തോടെ സമ്മതിക്കില്ല. ഇതിന് ട്രംപിന്റെ അനുവാദം ഇവിടെ ആവശ്യമില്ല. ഈ ട്രംപ് എന്ത് പ്രഖ്യാപിച്ചാലും അതുപോലെ നടക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു പ്രാവശ്യം ട്രംപിന് വേണ്ടി പ്രഖ്യാപിക്കാം, RSSനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. കാരണം RSS എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ നിൽക്കുന്ന ഇന്ന് അതിൻ്റെ 100-ാം വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ാം വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ലോകത്തിൽ 56ഓളം രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള പ്രസ്ഥാനമാണ്. US-ൽ അതിൻ്റെ പ്രവർത്തനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പല ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ പ്രവർത്തനമുണ്ട്. ഈ പറയുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചില മതശക്തികളാണ്. ശരിക്കും ഈ മതശക്തികൾക്ക് കൃത്യമായുള്ള അജണ്ടയുണ്ട്. ഈ മതശക്തികൾ, ഞാനിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, മതശക്തികൾ കാപട്യത്തിന് പ്രതീകമാണ്. ഇപ്പം കേരളത്തിൽ ബിഷപ്പ്മാർ, ഞാൻ ഇടയ്ക്ക് എൻ്റെ ചർച്ചയിൽ ചോദിച്ചിരുന്നു, കേരളത്തിൽ ബിഷപ്പ്മാരൊക്കെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എത്ര ബിഷപ്പ്മാരെവിടെ ഉള്ളത്? ഒരു കണക്കെന്ന് പറയട്ടെ. ഇവർ കാപട്യത്തിൻ്റെ വക്താക്കളാണ് ബിഷപ്പുമാരും ഈ പറയുന്ന പള്ളിയിലെ പാതിരിമാരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സാമ്പിൾ എനിക്ക് പറയാനുള്ള വഖഫിന് നിയമം വന്നു. 2013 നിയമം വന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് നിയമം വന്നത്. അത് പാർലമെൻറ്റ് പാസ്സായി. അതിൻ്റെ പേരിലാണ് നിരവധി ആളുകൾക്ക്, സാധാരണ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. 450ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ മുനമ്പത്ത് നഷ്ടപ്പെട്ടു. എന്തായിരുന്നു ബിഷപ്പുമാരുടെ നിലപാട്? ഈ ബിഷപ്പുമാർ നിയമം അറിയാത്തോണ്ടായിരുന്നോ? ഇവർ നിയമം അറിഞ്ഞിരുന്നില്ലേ? എന്താ ഇവർ മിണ്ടാതിരുന്നത്? ഇവർ വായിൽ അണ്ണാക്കിൽ വല്ല പിരിവിട്ടിരുന്നോ? അത് വായിൽ പഴമായിരുന്നോ? അങ്ങനെ മിണ്ടാതിരിക്കാൻ കാരണം ഈ പറയുന്ന ബിഷപ്പുമാരിൽ ഏറെ പേരും അഴിമതിക്കാരാണ്. ഇവർ പല്ലിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. 2013 കഴിഞ്ഞിട്ട് 14 ഇലക്ഷന് ഇവർ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ എൻ്റെ പ്രവർത്തകന്മാരായിട്ട് രംഗത്തിറങ്ങി. ബിഷപ്പ്മാരും അച്ഛന്മാരും ഒക്കെ 19 ഇറങ്ങി, 24 ഇറങ്ങി. ഇവരൊക്കെ വോട്ട് ചെയ്താർക്കാ? കോൺഗ്രസിനാണ്. ഇവർ വോട്ട് പിടിച്ചാർക്ക? കോൺഗ്രസിൻ്റെ ആളുകൾക്കാണ്. അവരാണല്ലോ വഖഫിൻ്റെ നിയമം കൊണ്ടുവന്നത്. അതിന് ഇവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നല്ലോ. മറിച്ച് വിദേശ നാണ്യ ചട്ടലംഘന നിയമം വന്ന സമയത്ത് 2026 വന്നേ. ആ നിയമം വരുന്നതിന് 2-3 മാസക്കാലങ്ങൾക്ക് മുമ്പ് അച്ഛന്മാർ ബഹളം തുടങ്ങി. ഇവിടെ കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി. അതുപോലെ ബിഷപ്പുമാർ വലിയ ബഹളം ഉണ്ടാക്കി. ഞാൻ അവരുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഒരിക്കൽ പറഞ്ഞ്, ഇതിനകത്ത് കാപട്യമില്ലാത്ത, കളവില്ലാത്ത ഒരു പാതിരിയുടെ പേരെന്നോട് പറഞ്ഞാൽ മതി, ഒരു ബിഷപ്പിന്റെ പേരെന്നോട് പറഞ്ഞാൽ മതി. ഇവരൊക്കെ കാപട്യത്തിന്റെ പ്രതീകങ്ങളാണ്. ഇവരൊക്കെ അഴിമതിയുടെ അവതാരങ്ങളാണ്. ഇവർക്ക് ഈ പറയുന്ന വിദേശ നാണ്യ ചട്ടലംഘന നിയമം കൊണ്ട് ഇവർ വരുമാനം കുറയല്ല. ഇവരോട് ആകെ ഒന്ന് പറയുന്നത്, നിങ്ങൾ കണക്ക് കാണിക്കണം, നിങ്ങൾക്ക് വരുന്ന പണം എന്തിനാണ് വിനിയോഗിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇത് ചോദിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ഈ അവകാശത്തിന്റെ പേരിലാണ് പറഞ്ഞത്, നിങ്ങൾ പണം മതപരിവർത്തനത്തിനാണ്, പറയൂ സത്യസന്ധമായിട്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പണം കെട്ടിട നിർമ്മാണത്തിനാണ്, പറയൂ സത്യസന്ധമായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾ സ്ഥലം വാങ്ങിക്കാനാണ്, പറയൂ സത്യസന്ധമായിട്ട്. ഈ പറയുന്ന സ്ഥലം വാങ്ങിക്കാനല്ലല്ലോ. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ഏകദേശം 8,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ
1 സെന്റ് ഭൂമി ഇവിടുത്തെ ക്രിസ്ത്യാനി പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുന്നില്ല. ക്രൈസ്തവ സഭ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടില്ല. മറിച്ച് പണം കൊടുത്ത് വാങ്ങിക്കാതെ കണ്ട് സാധാരണ ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നവരാണ് അച്ഛന്മാര്, അവരെ പറ്റിക്കുന്നവരാണ് ബിഷപ്പ്മാര്. ഈ പറയുന്ന ആളുകളുടെ പ്രസ്ഥാനം, മതസ്വാതന്ത്ര്യ പ്രസ്ഥാനം US-ല്, ഈ പറയുന്ന അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അവര് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പണം കൊടുക്കുന്നു. ഈ പണം ഇവിടെ ഛത്തീസ്ഗഡിലേക്കും ജാർഖണ്ഡിലേക്കും ഉത്തരാഖണ്ഡിന്റെ ചില പ്രദേശങ്ങളിലേക്കും അതേപോലെ തന്നെ ആസാമിന്റെ ചില പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഈ പണം വിനിയോഗിക്കുന്ന ആരാണ്? ഇവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധാരായിട്ടാണ് ഇവിടെയുള്ള മാവോയിസ്റ്റുകളായിട്ടല്ലേ. ഈ പറയുന്ന ക്രൈസ്തവ സഭയ്ക്ക് ബന്ധമുള്ളത്? സാധാരണ ക്രിസ്ത്യാനിക്കാണോ ബന്ധമുള്ളത്? സാധാരണ ക്രിസ്ത്യാനിക്ക് ഇവരാരുടെ ബന്ധമില്ല. സാധാരണ ക്രിസ്ത്യാനികള് സത്യസന്ധരാണ്. ഇവിടെയുള്ള അച്ഛന്മാരും ബിഷപ്പ്മാരും ഏറെ പേരും സത്യസന്ധരല്ല. ഇവരുടെ പിണിയാളന്മാരാണ് അവിടെ ഈ പറയുന്ന ബില്ല് നടത്തുന്ന ആളുകൾ. FCRA തൊട്ടപ്പോഴാണ് ഇവർക്ക് പൊള്ളിയത്. FCRA തൊട്ടപ്പോഴാണ് നരേന്ദ്രമോദി ഒന്ന് ഇളക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ട്രംപിന്റെ നിലപാടുകളാണ്. ഈ ട്രംപിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള US കമ്മിറ്റി പറയുന്നത് ഞങ്ങൾ പണം കൊടുക്കുന്ന പണത്തിന്റെ കണക്കുകൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അങ്ങനെ കണക്കുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കണക്കുകൾ ചോദിക്കുന്നത് തെറ്റാണ്. അങ്ങനെ വന്നാൽ അവിടെയുള്ള പ്രബലമായിരിക്കുന്ന പ്രസ്ഥാനമായിരിക്കുന്ന RSSന് മേൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇവരാരെ ഉപരോധം ഏർപ്പെടുത്താൻ? ഇവര് പറയുന്ന ഉപരോധത്തിന് പുല്ലുവിലയുടെ കൽപ്പിച്ചുകൊണ്ട് ആ ഉപരോധത്തിന് കടലാസിൽ ആ കടലാസ് കഷ്ണമുണ്ടല്ലോ അത് കാറ്റിൽ പറത്താൻ വേണ്ടി കരുത്തുള്ളവരാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. അല്ലാതെ കണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മെക്കെട്ട് കയറാന്ന് ഒരു US സമിതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് അതിന് കടലാസിന്റെ വില പോലും കൊടുക്കില്ല, അതിന് പുല്ലിന്റെ വില പോലും കൊടുക്കില്ല, അതിനാരും ഗൗരവമായിട്ട് എടുക്കില്ല. ആ പറയുന്ന US മതസ്വാതന്ത്ര്യ സമിതിയുടെ കൃത്യമായിട്ടുള്ള അജണ്ടയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളവരാണ് ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ടാർഗറ്റ് പ്രധാനമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും യൂറോപ്പ് അടക്കമുള്ള പല രാജ്യങ്ങളിലും ക്രൈസ്തവ സഭകൾ ഔട്ടായി കഴിഞ്ഞു. ഇപ്പൊ ഇവര് പറയട്ടെ എന്തുകൊണ്ടാണ് UK 90% ക്രൈസ്തവരായിരുന്നല്ലോ, 50% ആളുകൾ മതം വിട്ടു. എന്താ കാരണം? ക്രൈസ്തവ സഭയുടെ കെടുകാര്യസ്ഥതയാണ് കാരണം. ഫ്രാൻസിൽ എത്ര പേര് പോയി? അവിടെ ജർമ്മനിയിൽ എത്ര പേര് പോയി? ഇവിടെ ഇറ്റലിയിൽ എത്ര പേര് പോയിട്ടുണ്ട്? ഇങ്ങനെ പോകാൻ കാരണം പരിധി വിട്ടുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ, പരിധി വിട്ടുകൊണ്ടുള്ള ക്രൈസ്തവ സഭയുടെ സമൂഹത്തിലേക്കുള്ള ഇടപെടലുകളാണ്. ഈ ഇടപെടലുകൾ പലപ്പോഴും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ നാടുകളെ വിഭജിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇതിന് മറുപടി ആദ്യം പറഞ്ഞത് ക്രൈസ്തവ സഭയ്ക്ക് മറുപടി കൃത്യമായിട്ട് കൊടുത്തത് ഇദ്ദേഹം ട്രംപ് തന്നെയാണ് ആദ്യം കൊടുത്തത്. ട്രംപ് പറഞ്ഞ് ഞങ്ങളും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് മാർപ്പാപ്പ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. മാർപ്പാപ്പ സ്വന്തം നാടിന്റെ കാര്യം നോക്കിയാൽ മതി. ഏതാ നാട്? വത്തിക്കാനാണ്. എത്ര കിലോമീറ്റർ ഠാവട്ടത്തിൽ കിടക്കുന്ന സ്ഥലമാണ്. എന്താ ഈ ഠാവട്ടത്തിലാവാൻ എന്താ കാരണം? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ അകത്ത് അതേപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ട് രാജ്യങ്ങളിൽ വിഭജനത്തിന്റെ കുതന്ത്രം പരീക്ഷിച്ചവരാണ് ഈ മാർപ്പാപ്പ അടക്കമുള്ള ആളുകൾ. അങ്ങനെ വന്ന സമയത്താണ് യൂറോപ്പിലുള്ള ആളുകൾ തീരുമാനിച്ചത് ഇവർക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് വത്തിക്കാൻ എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റി, അതിന്റെ രാജാവാ ഈ പുള്ളി. അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇതിന്റെ ഭരണാധികാരിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഈ പറയുന്ന ആളുകൾ ആരും ഒരു മതനേതാവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പ്രദേശത്തിന്റെ അധിപനാണ്. ഇത് തിരിച്ചറിയാവുന്നതാണ്. ഇത് തിരിച്ചറിയാവുന്നവരാണ് സാധാരണ റൊണാൾഡ് ട്രംപ് ആയിക്കൊള്ളട്ടെ, ഇറാൻ ആയിക്കൊള്ളട്ടെ, മറ്റ് വിദേശ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, ഭാരതമായിക്കൊള്ളട്ടെ, ഭാരതത്തിലെ മറ്റ് മതപ്രസ്ഥാനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഉമ്മാക്കി കാണിച്ച് ഇനിയിപ്പോൾ RSSനെതിരായിട്ട് ഉപരോധം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് തടഞ്ഞു നിർത്താമെന്ന് US കമ്മിറ്റി തീരുമാനിക്കാൻ അധികാരം അവർക്കുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താതിരിക്കാൻ അധികാരം ഇവിടെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.